നിങ്ങളെല്ലാവരും കൂട്ടത്തിലെല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആൾക്കാരാവല്ലോ അല്ലേ? കൂട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഉണ്ണിമായാണ് സോഷ്യൽ മീഡിയയിലെ താരം എന്ന്. നമ്മൾ ഈ സോഷ്യൽ മീഡിയ അതുപോലെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസുകളൊക്കെ ബഡ്ഡിങ് ടാലൻസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും, അവരെ പ്രൊമോട്ട് ചെയ്യാനൊക്കെ ഒരുപാട് സഹായിക്കും അല്ലേ? അതായത് ഒരു വൈഡർ സ്പെക്ട്രം ഓഫ് ഓഡിയൻസിലേക്ക്, ഒരു വലിയ വിഭാഗം ആളുകളിലേക്ക് നമ്മൾ ഇടുന്ന കോണ്ടന്റ്സും ഫീഡ്സും ഒക്കെ അവരിലേക്ക് എത്തും. ഈ ഒരു ജേർണിയിൽ, ഈ മ്യൂസിക്കൽ ജേർണിയിൽ ഉണ്ണിയുടെ ഒരു യാത്രയിൽ എത്രത്തോളം സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസുകളെ സഹായിച്ചിട്ടുണ്ട്? നോക്കാൻ നല്ലോണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കുറേ ആൾക്കാരെ ലൈക്ക് എക്സ്പോഷർ കിട്ടുന്നതുകൊണ്ട് കുറേ ആൾക്കാർ വന്നിട്ട് എൻക്വയറി ചെയ്യും, ലൈക്ക് ഒന്ന് വന്ന് പ്ലേ ചെയ്യാൻ പറ്റും. അങ്ങനെ കുറേ ലൈക്ക് റിക്വസ്റ്റും എൻക്വയറീസൊക്കെ ഇഷ്ടമായിട്ട് തന്നെ വരും. അപ്പോൾ നമുക്കും കുറേ ചാൻസസും കിട്ടാറുണ്ട്. സത്യമായി നല്ല എക്സ്പോഷർ തന്നെയാണ് സോഷ്യൽ മീഡിയ. ഈ പാട്ടും അതുപോലെ ഇൻസ്ട്രുമെന്റ്സിന് അപ്പുറത്തേക്ക് വലിയ തമാശക്കാരെയാണ് തോന്നുന്നു. കൂടുതൽ ഏറ്റവും തമാശ പറയുന്ന ആള് ദേഹ ഉണ്ണിയാണോ? നിങ്ങൾ പ്രാക്ടീസ് സമയത്തൊക്കെ അങ്ങനെ ഉണ്ടാവുക? മീഹ ഈ കൂട്ടത്തിൽ എങ്ങനാ? ഇവരൊക്കെ സീനിയേഴ്സ് അല്ലേ? അപ്പൊ ഇവരുമായിട്ടൊക്കെ മിങ്കിൾ ചെയ്യുന്നത് എങ്ങനാ? അത് എനിക്ക് ശിവാനി ചേച്ചീനെ ഓൾറെഡി അറിയായിരുന്നു, സ്കൂൾ പിന്നെ കലോത്സവം ആ സമയത്തൊക്കെ അറിയായിരുന്നു. പിന്നെ എല്ലാവരും കൂടെ, പിന്നെ ആദ്ര ചേച്ചീനെ ഇങ്ങനെ കലോത്സവം ഇങ്ങനെ കണ്ട്, പിന്നെ എല്ലാവരും കൂടെ ഫ്രണ്ട്സായി. ഉണ്ണിമായ ചേച്ചി എനിക്ക് നേരത്തെ അറിയായിരുന്നു, ബ്രദറിൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു. പിന്നെ എല്ലാവരും കൂടെ ഫ്രണ്ട്സ്. ആർദ്രയ്ക്ക് എങ്ങനെയാ അവിടെ സ്കൂൾ 12th ഗ്രേഡ് അല്ലേ? ഓൾമോസ്റ്റ് സീനിയർ ആണ് ഇവരുടെ കൂട്ടത്തില്. അപ്പൊ അവിടെ സ്കൂൾ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ നിങ്ങളുടെ കൂട്ടത്തിലെ ഈ പെർഫോമൻസിനെ കുറിച്ചിട്ടും പ്രാക്ടീസ് സെഷൻസിനെ കുറിച്ചിട്ടും ഒക്കെ എക്സ്പീരിയൻസ് പറയോ? പിന്നല്ലാതെ അന്നന്ന് നടക്കുന്ന അതുമാതിരി പറഞ്ഞു കൊടുക്കും. അപ്പം അവർക്ക് ഇവിടുത്തെ എല്ലാവരും കഥകളും കാര്യങ്ങളൊക്കെ അറിയാം. ഇപ്പൊ നമ്മള് സെലിബ്രിറ്റികളാണല്ലോ അല്ലേ? കേരളത്തിലെ ഫസ്റ്റ് ഓൾ ഗേൾസ് മ്യൂസിക് ബാൻഡ്, അതിൽ വോക്കൽസ് ലീഡ് ചെയ്യുന്ന ഒരാള്. ആ രീതിയിലൊക്കെ ഫ്രണ്ട്സൊക്കെ എന്താ പറയാ, ടീച്ചേഴ്സൊക്കെ ടീച്ചേഴ്സൊക്കെ ആദ്യം ലൈക്ക് ഭയങ്കര പെട്ടെന്നായിരുന്നു ആ ഫസ്റ്റ് പെർഫോമൻസ് ചെയ്തത്. അപ്പം കുറേ പേരോട് അങ്ങനെ മര്യാദയ്ക്ക് ലൈക്ക് സ്കൂളിലുള്ള കുറേ പേരോട് പറയാൻ വേണ്ടി പറ്റിയില്ല. ആ ക്ലോസ് ഫ്രണ്ട്സ് സർക്കിൾ അങ്ങനെ കുറേ പേര് വന്നു, ലൈക്ക് വിളിച്ചവരെല്ലാവരും വന്നു. അപ്പോൾ ഭയങ്കര സന്തോഷമായി. പിന്നെ അപ്പം ടീച്ചേഴ്സൊക്കെ വന്ന് ചോദിച്ചു എന്ത് ഞങ്ങളോടൊന്നും പറഞ്ഞില്ല. ഞാൻ പറയുക ലൈക്ക് സമയം കിട്ടിയില്ല ഒന്നാമത്. ആ സമയത്ത് ഭയങ്കര ഷോർട്ടേജ് ഓഫ് ടൈം ആയിരുന്നു ഞങ്ങൾക്ക് ആ പരിപാടിക്ക് ഉണ്ടായിരുന്നത്. അപ്പം സ്കൂൾ കഴിയുക, പോവുക, അക്കാഡമിയിൽ പോയി പ്രാക്ടീസ് ചെയ്യുക, തിരിച്ചു വരിക, അങ്ങനെയായിരുന്നു. ലൈക്ക് രാത്രി ഒരു 9 മണി വരെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക് പോകലായിരുന്നു പരിപാടി. അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈക്ക് എല്ലാവരോടും ലൈക്ക് ടീച്ചേഴ്സൊക്കെ പിന്നെ ഫസ്റ്റ് പ്രോഗ്രാം കഴിഞ്ഞിട്ട് ന്യൂസ് പേപ്പറിലൊക്കെ വന്നപ്പോഴാണ് കുറേ ടീച്ചേഴ്സ് പറഞ്ഞു ലൈക്ക് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളൊക്കെ വരുമായിരുന്നു പരിപാടിക്ക്. അപ്പോൾ ഇന്നത്തെ പരിപാടി ഞാൻ വിളിച്ചിട്ടുണ്ട്. ഇവിടെ ഞാനൊരു ചിലപ്പോൾ ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഒരു ക്രിഞ്ച് ക്വസ്റ്റ്യൻ ആയിരിക്കും, ഫേവറേറ്റ് മ്യൂസീഷ്യൻ ഏതാന്നൊക്കെ ചോദിക്കുമ്പോൾ. എന്നാലും നിങ്ങളുടെ ഈ ഒരു മ്യൂസിക്കൽ അപ്രോച്ചിൽ, ഈ ഒരു മ്യൂസിക്കൽ ജേർണിയിൽ നമ്മൾ സ്വാധീനിച്ചിട്ടുള്ള ഒരു മ്യൂസിക് ബാൻഡോ മ്യൂസീഷ്യൻ ഒക്കെ ഉണ്ടാവില്ലേ? അങ്ങനെ ഏതെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാമോ? വൈഷ്ണവിയുടെ നമ്മൾ ഫസ്റ്റ് സോങ് എനിക്ക് കറക്റ്റായിട്ട് ഒരു പേര് ഓർമ്മ നിൽക്കണില്ല. അപ്പോൾ പേര് ശിവാനി കോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബാൻഡാണ്. റണ്ണവേ എന്നുള്ള പാട്ട് ഗേൾ ഡോമിനേറ്റിംഗ് ബാൻഡാണ് അത്. അപ്പോൾ അങ്ങനെ ദേ ഇൻസ്പയർഡ് അസ്. ഇങ്ങനെ ഒരു വലിയ ബാൻഡും ആയിട്ട് അവർ നടക്കുമ്പോൾ വി വർ ലൈക്ക് ഓ വാവ് ഓരും ചെയ്യുന്നു, സോ വി ഷുഡ് ബി ലൈക്ക് ദാറ്റ് എന്നൊക്കെയുള്ളൊരു ഇതിൽ ആ മ്യൂസിക് ബാൻഡാണ് ഐ വുഡ് സേ മോസ്റ്റ് ഓഫ് അവർ ഇൻസ്പിറേഷൻ. ദീപ്തയുടെയോ ഏറ്റവും ഫേവറേറ്റ് മ്യൂസിക്കറ അങ്ങനെ എന്തെങ്കിലുമൊക്കെ? നമ്മുടെ ബാൻഡിനെ ബേസ് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഒരു ദിവസം ആനന്ദ് സർ ഒരു ആർട്ടിസ്റ്റിനെ ഞങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. രഘു ദീക്ഷിത് എന്നാണ് സാറിൻ്റെ പേര്. അപ്പം ഇദ്ദേഹം എന്ന് പറയുന്നത് ആക്ച്വലി അത്യാവശ്യം ഫേമസ് ആണ്, പക്ഷേ ഇറ്റ്സ് ലൈക്ക് നോട്ട് സോ മെനി പീപ്പിൾ ഇൻ കേരള നോ ഹിം. സോ നമ്മൾ ഓരോ സ്റ്റേജ് പെർഫോമൻസിന് പോകുമ്പോഴും ഞങ്ങൾ നേരത്തെ ചെയ്യാൻ പോകുന്നൊരു സോങ്ങാണ് ജഗ്ചങ്ക എന്ന് പറയുന്നത്. ആ ഒരു സോങ് ഞങ്ങൾ ചെയ്തത് അത് രഘു ദീക്ഷിത്തിൻ്റെ ഒരു സോങ്ങാണ്. അപ്പോൾ ഇറ്റ്സ് ലൈക്ക് ആ ഒരു സോങ് കേട്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അങ്ങനെ സെൽഫ് കമ്പോസിഷൻസ് ചെയ്യണം എന്നൊരു ആഗ്രഹം വരാൻ തുടങ്ങിയത് തന്നെ അപ്പോഴാണ്. ഇവിടെ ശിവാനിയുടെ എനിക്ക് ഇതുപോലെ തന്നെ ദ കോഴ്സ് ഭയങ്കര ഇഷ്ടമുള്ളൊരു ബാൻഡ്. അവർ പാട്ടിലേക്ക് റണ്ണവേ ആദ്യം കേട്ടപ്പോൾ തന്നെ ഇതെന്തായാലും ബാൻഡ് ചെയ്യണം എന്ന് വിചാരിച്ചു. പിന്നെ ഇതുമാതിരി തന്നെ എനിക്ക് രഘുദീക്ഷത്തിൻ്റെയും എല്ലാ സോങ്സും ഭയങ്കര ഇഷ്ടമാണ്. നല്ലൊരു ആർട്ടിസ്റ്റാണ്. അവരുടെ സോങ്സ് തന്നെ ഒരു വെറൈറ്റിയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ കേൾക്കാൻ പറ്റാത്ത ടൈപ്പ്. പിന്നെ
ഇങ്ങനത്തെ ബാൻഡ്സ് പോപ്പുലർ ബാൻഡ്സ് തൈക്കുടം ബ്രിഡ്ജ് പിന്നെ ഈ മലയാളത്തിലുള്ള ഓരോ അവിയൽ അവരൊക്കെ പാട്ടുകളൊക്കെ ഭയങ്കര ഇഷ്ടം. ഈ മ്യൂസിക് അല്ലാതെ പാഷനായിട്ട് മറ്റെന്തെങ്കിലും ഉണ്ടോ? മ്യൂസിക് അല്ലാതെ ലൈക്ക് ഫ്യൂച്ചറിൽ ഡോക്ടർ ആവണമെന്നാണ്. പക്ഷെ മ്യൂസിക്കാണ് മെയിനായിട്ട് ലൈക്ക് ഇങ്ങനെ ഒരു ഏറ്റവും കൂടെ ചെറുപ്പത്തിൽ മുതൽ ഇങ്ങനെ എന്താ. ഇനി ആദ്രയിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ ഇപ്പം നിങ്ങൾ ലൈവ് പെർഫോമൻസസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സമയം അല്ലെ? ഇപ്പം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ 5 പെർഫോമൻസ് കഴിഞ്ഞു. ഓക്കെ, 5ാമത്തെ പെർഫോമൻസ് ആണ് ഇന്ന്. ലൈവ് പെർഫോമൻസിന്റെ പ്രത്യേകത നമ്മൾ റെക്കോർഡിംഗ് സെക്ഷൻ ഒരുപാട് വളരെ വ്യത്യസ്തമായിരിക്കും. ഇത് കുറച്ച് ലൈവ്ലി അപ്പം തന്നെ റിയാക്ഷൻസ് കിട്ടുമല്ലോ ഓഡിയൻസിന്റെ. നമ്മൾ ഓരോ തവണയും ഇവരെ എൻഗേജ് ചെയ്യാനുള്ള ശ്രമങ്ങളാണ് നടത്തുക. അപ്പോൾ ഈ ലൈവ് പെർഫോമൻസിന്റെ ഒരു ചലഞ്ച് അതുപോലെ തന്നെ അതിന്റെ ഒരു പോസിറ്റീവ് ആസ്പെക്ട് ഒന്ന് ഷെയർ ചെയ്യാം. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഓഡിയൻസ്. അതാണ് ഏറ്റവും അടുത്ത കാര്യം. Okay. ഓഡിയൻസ് എങ്ങനെയാണ് ലൈക്ക് ഞങ്ങൾക്ക് ബെസ്റ്റ് ഓഡിയൻസും കിട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ ഇത്രയും കാലത്ത് ഇതിൽ ഞങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെടാത്ത ഓഡിയൻസും വന്നിട്ടുണ്ട്. പക്ഷെ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ എവിടെ എത്തിയാലും കൈയടിയൊക്കെ ചോദിച്ച് വാങ്ങുക, അതാണ് പരിപാടി മെയിനായിട്ട്. പ്ലീസ് ഒന്ന് കൈയടിക്കൂ, ഇതെന്താണ് ഒരു ഒച്ചൊന്നുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അതെ, അവർ എൻഗേജ് ചെയ്യാന്നുള്ളതാണല്ലോ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു ആസ്പെക്ട്. സോ ലൈക്ക് ഞങ്ങൾ പോയടത്തൊക്കെ മിക്ക ആൾക്കാരും ലൈക്ക് കൈ അടിച്ച് എല്ലാവരും ഭയങ്കര ഡാൻസ് ഒക്കെ കളിച്ച് അങ്ങനത്തെ കുറേ സ്റ്റേജസ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ചില സ്റ്റേജസിലൊക്കെ പോയി കഴിഞ്ഞാൽ അവരിങ്ങോട്ട് വന്ന് സജഷൻസ് തരും. അങ്ങനെ ലൈക്ക് പിന്നെ നമുക്ക് പരിചയമുള്ള ആൾക്കാർ വരെ ഞങ്ങളുടെ പരിപാടി കാണാൻ വേണ്ടി വന്നിട്ട് അങ്ങനെ ഞങ്ങളുടെ അടുത്ത് ലൈക്ക് സജഷൻസ് ഒക്കെ തന്ന് അത് ഞങ്ങൾ സാറിനോട് പറയലും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെ നേരത്തെ മ്യൂസിഷ്യൻ്റെ കാര്യം ചോദിച്ചില്ലായിരുന്നു. അപ്പം ഐ വോണ്ടഡ് ടു ടോക്ക് അബൌട്ട് Raghu Dikshit again. He tweeted actually saying that he would love to see a performance live ആയിട്ട് because എൻ്റെ ലൈക്ക് ഞങ്ങൾക്ക് അറിയാവുന്ന ലൈക്ക് one of our audiences he tweeted saying that ഇങ്ങനെ ഒരു ബാൻഡ് ഉണ്ട്, ഗേൾസ് ബാൻഡ് ഉണ്ട്, and he tagged Raghu Dikshit and he saw this video and he tweeted. So it was such a great memory for us, to be honest. Yeah. തൻ്റെ ഫേവറേറ്റ് മ്യൂസിഷ്യൻ? എൻ്റെ മോസ്റ്റ്ലി തൈക്കുടം ബ്രിഡ്ജ് പറഞ്ഞാണ്. അവർ നല്ല റോക്ക് സോങ്സ് അങ്ങനത്തെ സോങ്സ് ഒക്കെയാണോ ഇഷ്ടം പാടാനൊക്കെ? അങ്ങനത്തെ ഭയങ്കര റോക്ക് സോങ്സ് ഒക്കെയാണോ പാടാൻ ഇഷ്ടം? പിന്നെ തൈക്കുടം ബ്രിഡ്ജ് ഇംഗ്ലീഷിലും വന്ന കുറെ ബാൻഡ് ഉണ്ട്, ലൈക്ക് മെറ്റാലിക്ക, അങ്ങനെയൊക്കെ കുറച്ച് അങ്ങനെ കുറെ ബാൻഡ് ഉണ്ട്. മീഹ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ താരമാണോ? ഞാൻ മോസ്റ്റ്ലി അങ്ങനെ മീൻസ് കലോത്സവത്തിനൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇയർ തൊട്ടാണ് ഇങ്ങനെ മ്യൂസിക് ഇതൊക്കെയാണ്. പിന്നെ പരിപാടി വെസ്റ്റേൺ വോക്കൽ അങ്ങനെയൊക്കെ പോയിട്ട് A ഗ്രേഡ് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഉണ്ണിയുടെ ഫേവറേറ്റ്? ഉണ്ണിയുടെ അടുത്ത് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പാടില്ല, അതെൻ്റെ തെറ്റാണ്. കാരണം എനിക്ക് തോന്നുന്നു ഈ കൂട്ടത്തിൽ എനിക്ക് കുറച്ചുകൂടി ഇൻ പേഴ്സൺ അറിയുന്നത് ഇദ്ദേഹത്തെയാണ്. മീൻ സോഷ്യൽ മീഡിയ വഴി മാത്രം മ്യൂസിക്കിന് അത്ര കണ്ട് ഒരു നാച്ചുറൽ അഫിനിറ്റി ഉണ്ട് തോന്നുന്നു. എല്ലാ തരത്തിലുള്ള മ്യൂസിക് മീൻ അത്രയും ഒരു എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു മനസ്സ് ഇദ്ദേഹത്തിനുണ്ട്. ഇതിൻ്റെ ഒരു ഫേവറേറ്റ് മ്യൂസിക് സ്പെസിഫിക് ഒരാളെ എനിക്ക് പറയാൻ ഇല്ല. എനിക്ക് ഒരുവിധം എല്ലാ ജോണറും താല്പര്യമുള്ളതാണ്. ഇപ്പം മെറ്റാലിക് ആവാം, പക്ഷെ ഡ്രംസ് അതിലേക്ക് ബേസ്ഡ് ആവും, യുക്ലേലെ ലോഫി കൈൻഡ് ഓഫ് പെർക്കഷൻ വന്നിട്ട് ഒരു മിഡിൽ ലെവലിൽ. അപ്പം ഒരുവിധം എല്ലാ സോങ്സും താല്പര്യം തന്നെയാണ്. ഓക്കെ, ഐ ന്യൂ ദാറ്റ് യു ഹാവ് എൻ അഫിനിറ്റി ഫോർ ആർട്ട് മ്യൂസിക്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ പാഷൻ, ഭയങ്കര പാഷനേറ്റ് ആണല്ലോ. അപ്പാർട്ട് ഫ്രം മ്യൂസിക് വേറെ എന്തൊക്കെ ഒരുപാട് പരിപാടികൾ ഏർപ്പാടുകളുണ്ടല്ലോ. സ്പോർട്സ് ആണ് മെയിൻ വരുന്നത്. ബാസ്കറ്റ്ബോൾ പ്ലെയർ ആണ്, കം റെഫറി, ബാസ്കറ്റ്ബോൾ റെഫറി കൂടെയാണ്. പിന്നെ വേറെയും എക്സ്ട്രാ കുറേ സ്പോർട്സ് ചെയ്യാറുണ്ട്. സ്പോർട്സ് മ്യൂസിക്കാണ് മെയിൻ. കോളേജിലുള്ള ഇപ്പോൾ പാസ് ഔട്ട് ആയി എന്ന് പറഞ്ഞില്ല അല്ലേ? കോളേജിൽ ഒരു ഫേവറേറ്റ് മെമ്മറി നിങ്ങളുടെ അവിടെ മ്യൂസിക് പെർഫോമൻസസ് ഒക്കെ അല്ലേ ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിലൊക്കെ? അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ടണൽ എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്, കോളേജിൽ സിറ്റിംഗ് ഏരിയ ആണ്. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ അവിടെ പോയിട്ട് ഇൻസ്ട്രുമെൻറ്റ്സ് എടുക്കും, ജാമിങ്ങും. പക്ഷെ കുറേ കുട്ടികൾ ഗ്യാദർ ചെയ്ത് വരുന്നൊരു ഏരിയ, നല്ലൊരു ലൈക്ക് ഒരു ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നൊരു ഇതാണ്. പിന്നെ കുറേ സ്റ്റേജ് പെർഫോമൻസ് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. പിന്നെ കലോത്സവം, അങ്ങനെ കുറേ ഓപ്പർച്യൂണിറ്റീസ് എല്ലാം ഉണ്ടായിരുന്നു. ആദ്ര നമ്മളെ ഇപ്പം ഇതിങ്ങനെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു, നിങ്ങൾക്ക് കുറേ പാർട്സ് ഉണ്ട്, ഇനിയും ഒരുപാട് പാട്ടുകളൊക്കെ വരും. എന്നാലും നമുക്കൊരു ഫേവറേറ്റ് ഡെസ്റ്റിനി ഉണ്ടാവില്ലേ? ഇന്നൊരു ഫേവറേറ്റ് ആ ഒരു പ്ലാറ്റ്ഫോമിൽ പോയിട്ട് പാടണം അല്ലെങ്കിൽ ഇങ്ങനെ ലൈവ് പെർഫോം ചെയ്യണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ മനസ്സിലുണ്ടാവും? ഒരു ഫേവറേറ്റ് സ്പോട്ട് ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവുമല്ലോ അങ്ങനെ ഒരു ഡ്രീം. ഞങ്ങളുടെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ സ്റ്റേജ് കിട്ടാൻ വേണ്ടി പോകുന്നത് May 9th ട്രേഡ് സെൻറ്ററിൽ വെച്ച സരോവരം. അപ്പം ഗ്രേറ്റ് ഇന്ത്യൻ ഫുഡ് ആർട്ട് അതിന് വേണ്ടിയിട്ട്. സോ
അങ്ങനത്തെ ഒരു സ്റ്റേജ് കിട്ടുന്ന ആക്ച്വലി വിചാരിച്ചില്ല. ഞങ്ങൾ കുട്ടി 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 സ്റ്റേജ് ചെയ്തുള്ള രീതിയിലായിരുന്നു പോയി തുടങ്ങിയത്. പക്ഷെ അങ്ങനത്തെ ഒരു വലിയ സ്റ്റേജ് ഞങ്ങൾക്ക് ആൻസർ ത്രൂ കിട്ടിയപ്പോൾ ഭയങ്കര അധികം സന്തോഷമുണ്ടായിരുന്നു. അതുമാതിരി തന്നെ അങ്ങനെ വലിയ വലിയ കോൺസേർട്സ് വരെയൊക്കെ നടത്താൻ പറ്റിയ ഓൺ കമ്പോസിഷൻസ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് കുറച്ചും കൂടി കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നതാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. അപ്പോൾ അങ്ങനെ കിട്ടി തുടങ്ങിക്കഴിഞ്ഞാൽ ലൈക്ക് എക്സ്പോഷർ കൂടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ലൈക്ക് ഇത് നല്ലോണം മുന്നോട്ട് കൊണ്ടുപോയി കുറേ കാലം ഇങ്ങനെ നടന്നു. പിന്നെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ലൈക്ക് പാട്ടിനോട് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരായി ഇവിടെയുള്ള എല്ലാവരും. അതുകൊണ്ട് തന്നെയാണ് തോന്നുന്നത് എല്ലാവരും ഇത്രയും ലൈക്ക് ടാലൻറ്റഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റാണ് ഇവിടെ എല്ലാവരും ഇരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ലൈക്ക് അവർക്ക് എല്ലാവർക്കും ലൈക്ക് അങ്ങനെ ഫ്യൂച്ചറിലേക്ക് ഇത് കൂടെ കൊണ്ടുപോകാൻ നല്ല താല്പര്യമുണ്ട്. നമ്മൾ എന്ത് പ്രൊഫഷൻ എടുക്കുകയാണെങ്കിലും സൈഡിൽ ഇത് കൊണ്ടുപോകുന്നതിന് കുഴപ്പമില്ലല്ലോ. നമ്മുടെയൊക്കെ ജേർണിയിൽ നമ്മുടെ പാരൻസിന് വലിയൊരു റോളുണ്ട്. അവരാണ് ശരിക്കും ഒരു സ്ട്രോങ് പില്ലർ. ഇപ്പോഴും ഞാൻ കണ്ടു നമ്മൾ ഈ കോൺവെർസേഷൻ്റെ ഇടയ്ക്ക് അപ്പുറത്ത് മാറിക്കുന്നത് പാരൻസ് നോക്കിക്കൊണ്ടിരിക്കുക. ടെൽ us about your parents, എല്ലാവരുടെയും പാരൻസിനെ കുറിച്ചിട്ട്. ഞങ്ങള് ആക്ച്വലി ഏറ്റവും കൂടുതൽ ലൈക്ക് ഇപ്പം ലൈക്ക് ബാൻഡൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലും ലൈക്ക് കുറേ പേരൻസ് ചിലവർക്ക് സമ്മതിക്കാറില്ല. ലൈക്ക് പോകണം വരണം രാത്രിയൊക്കെ ആവും, കൂട്ടാൻ ചിലപ്പം വരാൻ വേണ്ടി പറ്റാതിരിക്കും. പക്ഷെ ഇവിടുത്തെ പേരൻസ് എല്ലാവരും ലൈക്ക് അവർ തന്നെ ഒരു വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ട്. മക്കളുടെ ക്ലാസ് കഴിഞ്ഞു, ഇന്ന് ഫുഡൊക്കെ കൊടുത്ത് കഴിക്കണോ, എങ്ങനെ ചെയ്യേണ്ടത്, പുറത്ത് പോയി കഴിക്കണോ, അതൊക്കെ പ്ലാനിങ് അവർ നടത്തും. ആൻഡ് എല്ലാവരും ഭയങ്കര ലൈക്ക് കുറച്ചും കൂടി സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ലൈക്ക് ഓർഗനൈസ്ഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും. ലൈക്ക് അവരെന്നെ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് അങ്ങനെ ചെയ്തുതരും. പിന്നെ ഇനി എത്ര ലേറ്റ് ആയാലും വന്ന് കൂട്ടും, പിന്നാലെ നടക്കും. അതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. നല്ല സപ്പോർട്ടാണ്. രാത്രി വേണമെങ്കിൽ പ്രാക്ടീസ് ഉണ്ടെങ്കിലും വിളിക്കാൻ വരും, വിടും. പിന്നെ ഫുഡ് അല്ലെങ്കിൽ ഫുഡ് ആക്കി വരും. അച്ഛനും അമ്മയൊക്കെ പാടുമോ വീട്ടിൽ? നിങ്ങൾ ജാമിങ് സെഷൻസ് ഒക്കെ ഉണ്ടാവുമോ ഈവനിങ് ഒക്കെ? മോസ്റ്റ്ലി ബ്രദർ ഒരു ഡ്രമ്മറാണ്, ബാൻഡ് ഉണ്ട്. പിന്നെ ബ്രദറിൻ്റെ കൂടെ ഇങ്ങനെ ചെയ്യണം. ഉണ്ണി? ലൈക്ക് എൻ്റെ പേരൻസ് നല്ല സപ്പോർട്ടീവ് തന്നെയാണ്. ലൈക്ക് എൻ്റെ അമ്മയാണ് ഈ ഡ്രംസ് എന്നുള്ളൊരു ഐഡിയ എനിക്ക് ഇട്ടതെന്ന് വെച്ചാൽ കുഞ്ഞിതാവുമ്പം ഞാൻ ഫസ്റ്റ് കീസിലായിരുന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഒക്കെ കോമൺ ആയിട്ട് എല്ലാവരും ചെയ്യുന്നൊരു സംഭവമാണ്, എസ്പെഷ്യലി ഗേൾസ് എന്ന് വെച്ചാൽ ഡാൻസ്, പാട്ട്, കീസ് ആ ഒരു ഇതാണല്ലോ. അപ്പോൾ അമ്മ പറയും ഡ്രംസ് ഒന്ന് ട്രൈ ചെയ്യും, ഗേൾസ് അധികം വരാത്തൊരു ഫീൽഡാണ് പറഞ്ഞിട്ട് തലയിട്ടെന്നതേ അമ്മയാണ്. അപ്പോൾ അത് കിട്ടി, അപ്പം അങ്ങനെ പോകുന്നുണ്ട്. കട്ടിങ് ടു വെരി ലൈറ്റ്. ഉണ്ണീൻ്റെ ഫസ്റ്റ് സ്റ്റേജ് പെർഫോമൻസ് ഓർമ്മയുണ്ടോ? പിന്നെ എല്ലാ ഇൻസ്ട്രുമെന്റ്സും വായിക്കുമല്ലോ. അപ്പോൾ എൻ്റെ ഡ്രംസിൻ്റെ ഞാൻ പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഞാൻ 6th പഠിക്കാം, എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഇപ്പോഴും. ഒരു വല്ലാത്തൊരു ട്രാജഡി നടന്നിട്ടുണ്ടായിരുന്നു. എന്നുവെച്ചാൽ നമ്മുടെ സ്റ്റേജിൻ്റെ മുകളിലൊരു അഡ്ജസ്റ്റ്മെൻറ്റിലായിരുന്നു ഡ്രംസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അന്ന് ഞാൻ കുഞ്ഞിതാ 6th പഠിക്കുമ്പോൾ. അപ്പോൾ ഇവരുടെ മൈക്ക് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ നമ്മുടെ ഈ സ്റ്റാൻഡിൽ നമ്മൾ വയർഡ് മൈക്ക് ഉണ്ടാവുമല്ലോ, പക്ഷെ പക്ക ഡ്രം മൈക്ക് അല്ലായിരുന്നു. അപ്പോൾ ഫുൾ വയറൊക്കെ ഇങ്ങനെ തൂങ്ങിയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അത്രയും ടെൻഷൻ. ഫസ്റ്റ് സ്റ്റേജ് പെർഫോമൻസും സ്കൂൾ ആനുവൽ ഡേ ആയിരുന്നു. അപ്പോൾ വായിക്കുന്നതായിട്ടുള്ള വയറിൻ്റെ ഇടയിൽ സ്റ്റിക്ക് കുടുങ്ങി, സ്റ്റിക്ക് താഴെ വീണു, എല്ലാം കൂടെ ഇങ്ങനെ വിറച്ചിട്ട് എന്താ ഭയത്തിൽ നിർത്തിയില്ല, അഗൈൻ എടുത്ത് കണ്ടിന്യൂ ചെയ്തു. ആ എന്തോ ഇതിൽ ചെയ്തു പോയി. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് ഡ്രമ്മിൻ്റെ സ്റ്റേജ് പെർഫോമൻസ് എന്ന് പറയാനുള്ളത്. വൈഷ്ണവിയുടെ അമ്മ ഇങ്ങനെ മാറി നോക്കുകയാണ് എല്ലാതും. വൈഷ്ണവി ഇങ്ങനെ സംസാരിക്കുന്നുണ്ടാവുമൊക്കെ. വൈഷ്ണവി പറയൂ പാരൻസിനെ കുറിച്ചിട്ട്. വെരി സപ്പോർട്ടീവാണ്. അച്ഛനും അമ്മയും രണ്ടാളും നല്ല കട്ട സപ്പോർട്ടായിട്ടുള്ള പേരൻസാണ്. എൻ്റെ അടുത്ത് കുറേ കാലമായി പറയണു, നീ വലുതായിട്ട് AR റഹ്മാൻ്റെ കോളേജിൽ പോ, ഞാൻ അവിടെ പോയി പഠിക്കും മ്യൂസിക്. എനിക്ക് പഠിക്കണം എന്നുണ്ട്, പക്ഷേ ഐ ഡോണ്ട് നോ ഹൗ സക്സസ്ഫുൾ ഐ വിൽ ബി ഇൻ ദ ഫീൽഡ്, ഉറപ്പില്ല. അപ്പോൾ ത്രൂ ഓൾ ഓഫ് ദാറ്റ് എനിക്ക് കാണുന്നത് ദർ വെരി സപ്പോർട്ടീവ് എന്നാണ്. പിന്നെ അമ്മ ഇടയ്ക്ക് നമ്മൾ പ്രാക്ടീസ് സെഷൻസ് ലേറ്റ് ആവുന്ന സമയത്ത് ഇടയ്ക്ക് 10 മണി വരെയൊക്കെ ഇരിക്കും. അത്രയാണ് ലേറ്റസ്റ്റ് നമ്മൾ ഇരുന്നിട്ടുള്ളത്. അപ്പോൾ അമ്മ ഫുഡ് കൊണ്ടുവരും, എല്ലാവരും കഴിച്ചോന്ന് പറയും. ഇടയ്ക്കൊന്നും മതിയാവൂല, പക്ഷെ എന്നാലും എല്ലാവരും ഹാപ്പി ആയിട്ട് ചെയ്യും. മൈ മോം ആൻഡ് ഡാഡ് ദർ വെരി ഹാപ്പി വെൻ ദേ കം ടു ഡോറേമി. പ്രാക്ടീസ് കേൾക്കാൻ വരും, അവരെ സജഷൻസ് പറയും. വെരി സപ്പോർട്ടീവ്. ദീപ്ത, നമ്മൾ ഈ കോൺവെർസേഷൻ ഹാഫ് വേ ആയപ്പോഴത്തേനും അച്ഛൻ വെള്ളമൊക്കെ കൊണ്ടുവന്ന് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. പറയൂ പാരൻസിനെ കുറിച്ച്. ഇറ്റ്സ് ലൈക്ക് നമ്മളുടെ എന്ത് പ്രാക്ടീസ് എപ്പം എവിടെ വെച്ച് നടക്കുകയാണെങ്കിലും അവിടെയൊക്കെ നമ്മളെ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യാനോ, ഇനിയിപ്പോൾ ഒറ്റയ്ക്ക് വരാനാണെങ്കിൽ ഒറ്റയ്ക്ക് പോകാൻ വിടുന്നതോ, അല്ലെങ്കിൽ അവിടെ പോയിട്ടിപ്പം നമുക്ക് ഇൻ ബിറ്റ്വീൻ ഡെഫിനറ്റ്ലി നമ്മൾ ഭക്ഷണമൊന്നും കഴിക്കാത്ത കൂട്ടത്തിൽപ്പെട്ട കുറച്ച് ആൾക്കാരൊക്കെ തന്നെയാണ് നമ്മൾ തിന്നത്. നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ടൈം പോകുന്നത് നമ്മൾ അറിയേയില്ല. ഇപ്പോൾ 1 മണിയൊക്കെ ആയിട്ട് നമ്മൾ പാരൻസ് വരാൻ തുടങ്ങുന്നതാണ് നമുക്ക് മനസ്സിലാവാം
ഓ വൈകുന്നേരം ആയി ഓക്കെ. അങ്ങനെ മെയിൻലി വൈഷ്ണവിൻ്റെ അമ്മ ശാലിനി ആൻറ്റിയാണ് ഫുഡൊക്കെ കൊണ്ടുവരിക. ആൻറ്റി ഈസ് എൻ അമേസിങ് ഷെഫ്. നമുക്കിങ്ങനെ ഓരോ ദിവസം ഓരോ കൈൻഡ് ഓഫ് ഫുഡ് ഇങ്ങനെ കൊണ്ടുവരും, നമ്മളത് കഴിക്കും. പിന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യും രാത്രി വരെ. എല്ലാവരുടെയും പാരൻസ് ഇസ് വെരി സപ്പോർട്ടീവ്. അങ്ങനെ ഒരു സപ്പോർട്ട് പാരൻസിൻ്റെ അടുത്ത് നിന്ന് ഉണ്ടായിരുന്നില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും നമുക്കിങ്ങനെ ഒരു ബാൻഡ് ഫോം ചെയ്യാനോ ഇങ്ങനെ പെർഫോമൻസ് ചെയ്യാനോ ഒന്നും നമുക്ക് സാധിക്കില്ലായിരുന്നു. സോ ഹ്യൂജ് താങ്ക്സ് ടു ഓൾ ദി പാരൻസ്. താങ്ക് യു. എനിക്കിവർ പറഞ്ഞതൊക്കെ തന്നെ പറയാനുള്ളൂ. എൻ്റെ അമ്മയതുമാതിരി ആദ്യം ലൈക്ക് എന്നോട് പാട്ടിലേക്ക് കുറച്ചും കൂടി കോൺസെൻട്രേഷൻ കൊടുക്കാനൊക്കെ പറഞ്ഞു. ഞാൻ കാര്യമായിട്ട് അത് കേട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോഴാണ് മനസ്സിലാവുന്നത് അമ്മ പറഞ്ഞതാണ് ശരി, അതൊക്കെ നേരത്തെ ചെയ്യേണ്ട കാര്യങ്ങളായിരുന്നു. പിന്നെ പ്രാക്ടീസിൻ്റെ ടൈമിൽ ഇതുമാതിരി തന്നെ എല്ലാ പാരൻസും ഭയങ്കര സപ്പോർട്ടീവാണ്. എല്ലാവരും ടയേർഡാണെങ്കിൽ അതിനനുസരിച്ചുള്ള ലൈക്ക് നമ്മളെ ഒന്നും കൂടി ഒന്ന് റിലാക്സ് ചെയ്യിപ്പിക്കാനും നമുക്ക് ഓരോ ഫെസിലിറ്റീസൊക്കെ അറേഞ്ച് ചെയ്തിരുന്നൊക്കെ അങ്ങനത്തെ കാര്യം. ലൈക്ക് ഞാൻ സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു പാരൻസ് ഗ്രൂപ്പ് ആദ്യമായിട്ട്, ഇത്രയും സപ്പോർട്ടീവായിട്ടുള്ള പാരൻസ് ഗ്രൂപ്പ് ആദ്യമായിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ ഇറ്റ്സ് ആക്ച്വലി പറഞ്ഞാൽ നല്ലൊരു ഗുണമാണ്. ഇറ്റ്സ് എ പ്ലസ് പോയിന്റ് ഫോർ അത്. കാരണം നമ്മൾ മോസ്റ്റ് ഓഫ് ദി ചിൽഡ്രൻ നമ്മൾ കുട്ടികളാണ്, ലൈക്ക് ഗേൾസ് ബാൻഡ് അല്ല. അപ്പോൾ അതിന് പാരൻസിന് സപ്പോർട്ട് ഇല്ലാതെ സത്യം പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ ഒരേ സമയം ഈ ജേർണിയിൽ ഒരുപാട് പോസിറ്റീവ് ആസ്പെക്ട്സ് ഉണ്ട് എന്ന് പറഞ്ഞാലും ചാലഞ്ചസ് ധാരാളം ഉണ്ടല്ലോ. നിങ്ങൾ പറഞ്ഞ പോലെ യാത്രയും അതുപോലെ പ്രാക്ടീസ് സെഷൻസ് വൈകിയാലൊക്കെ. അപ്പോൾ പാരൻസിൻ്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഓക്കെ, ഇനി ഈ യുഫോണിക് എന്ന് പറയുന്ന ഈ ഒരു ഓൾ ഗേൾ മ്യൂസിക് ബാൻഡ് ഏതൊക്കെ രീതിയിൽ മാറണം എന്നാണ് ഫ്യൂച്ചർ? നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ? ഫ്യൂച്ചറിൽ നമ്മളൊരു അറിയപ്പെടുന്ന ഒരു ബാൻഡ് ആവണം, നമ്മൾ സ്വന്തം കോമ്പറ്റീഷൻസ് ചെയ്യണം, പിന്നെ നമ്മളെ ബെസ്റ്റ് സെൽഫ് ആവണം എന്നുള്ളൊരു ബാൻഡായിട്ട് മുന്നോട്ടേക്ക് പോയി ഈ ബാൻഡിന് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവണം എന്ന് നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ അതുമാതിരി തന്നെ നമ്മൾ ഒരുമിച്ച് ലൈക്ക് ഇമ്പ്രൂവ് ആവുക, ഒരുമിച്ച് ഒരു ബാൻഡായിട്ട് വളരുക എന്നുള്ളൊരു നല്ല ആഗ്രഹമുണ്ട് എല്ലാവർക്കും. അപ്പം അങ്ങനെ ആവണം ഒരു ഫ്യൂച്ചർ. ആദ്ര, നമ്മൾ ഈ ഇദ്ദേഹം പറഞ്ഞതെന്ന് തന്നെ തുടങ്ങാം. ഒരുമിച്ച് എല്ലാവരും ഒരുമിച്ചുണ്ടാവും. അത് എല്ലാവരും മ്യൂസിക് ആണ് പെർസ്യൂ ചെയ്യുന്നത് എന്നുണ്ടെങ്കിലും മൾട്ടി ഇൻട്രസ്റ്റ് ആയിരിക്കും പലർക്കും. അല്ലെ, ചിലർക്ക് വോക്കൽസ് ആയിരിക്കും, ഇൻസ്ട്രുമെൻസിൽ കൂടുതൽ ഇഷ്ടമുള്ളതുണ്ടാവും. എന്നാലും നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടി ഒരു പാട്ട് ഫോം ചെയ്യണമല്ലോ, പ്രാക്ടീസ് ചെയ്യണമല്ലോ. ഈ പ്രാക്ടീസ് സെഷൻ അങ്ങനെ എന്തെങ്കിലും ചലഞ്ചസ് എന്തെങ്കിലും ഉണ്ടാവോ, കോൺസിക്വൻസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവോ? എനിക്ക് ആക്ച്വലി തോന്നുന്നില്ല. ബിക്കോസ് സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കുന്ന ആൾക്കാരാണ് എല്ലാവരും. ലൈക്ക് ഞാൻ ഇങ്ങനെ ചെയ്യുള്ളൂ എന്ന് പറയുന്ന ആരും ഇല്ല ഞങ്ങളുടെ കൂട്ടത്തിൽ. അതുകൊണ്ട് ലൈക്ക് നമ്മൾ അടിച്ചേൽപ്പിച്ച് ചെയ്യുന്ന പരിപാടി ഒന്നുമില്ല. പിന്നെ ലൈക്ക് ഞാൻ ആക്ച്വലി ആസ് എ ലൈക്ക് ലീഡ് വോക്കലിസ്റ്റ് ആയിട്ട് ഈ ഒരു ബാൻഡ് സ്റ്റാർട്ട് ചെയ്തപ്പം ലൈക്ക് കുറേ പേര് ഓഡിയൻസിൽ നിന്ന് കുറേ പേര് വന്ന് പറഞ്ഞായിരുന്നു, like make sure that you maintain this for a very long time, and ego issues is like as an artist കുറേ പേർക്ക് അതുണ്ടാവുന്നതാണ്. അപ്പം ഈഗോ ഇഷ്യൂസ് വരാതെ നോക്കുക. അങ്ങനത്തെ ഒരു കാരണം കൊണ്ട് അത് പിരിയാതെ ഈ ഒരു സംഭവം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത് ഇസ് വൺ ലൈക്ക് മേജർ തിങ് ആസ് വി ഗ്രോ അപ്പ്. ലൈക്ക് ഓരോരുത്തരും സാഹചര്യം കാരണം ലൈക്ക് ചിലപ്പം പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം, പക്ഷെ അതൊക്കെ സംസാരിച്ച് തീർക്കുക. പിന്നെ ലൈക്ക് എനിക്ക് തോന്നുന്നു ഞങ്ങൾ മാർച്ചിലാണ് സ്റ്റാർട്ട് ചെയ്തത്. സോ ഇതിപ്പോ 2ാമത്തെ മാസമായിട്ടേ ഉള്ളൂ. ഇപ്പൊ തന്നെ ഞങ്ങൾക്ക് പരസ്പരം എല്ലാവരുടെയും പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു ഐഡിയ എന്നിട്ട് ഹിന്ദി ഒക്കെ എന്നിട്ട് ലൈക്ക് പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ജമ്പ് ചെയ്യുന്നുണ്ട്. ശാലിനി ആൻറ്റി ഞങ്ങൾക്ക് ഫുഡൊക്കെ കൊണ്ടുവരുമ്പോൾ വൈഷ്ണവീസ് മോം ലൈക്ക് ഞങ്ങൾ ഹെൽത്തി ആയിരിക്കണം, മാങ്ങ പൈനാപ്പിളും വാട്ടർമെലനൊക്കെ ചെത്തിയൊക്കെ കൊണ്ടുതരും ഞങ്ങൾക്ക്, ലൈക്ക് വലിയ 2 പാത്രത്തിലൊക്കെ ആയിട്ട്. അപ്പൊ എനിക്ക് എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഇവരെല്ലാവരും ഇപ്പം എൻ്റെ പേരൻസ് ആയാലും ചെറുപ്പം മുതൽ ലൈക്ക് എന്നെ എൻ്റെ ബ്രദറിനെ അത് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ലൈക്ക് അതുകൊണ്ടാണ് ഞാൻ ഡാൻസും പാട്ടിലേക്കൊക്കെ വന്നത്. അല്ലെങ്കിൽ ഇവിടെ വരെ ഒന്നും എത്തുപോലും ഉണ്ടാവില്ല. എന്തുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു കുട്ടിക്കും ആ കൊടുക്കേണ്ട ഒരു ഇത് കൊടുക്കുമ്പോൾ പിള്ളേർ കുറേ കാര്യങ്ങൾ ചെയ്യും, അല്ലാതെ കുട്ടികളും ഉണ്ട് കേട്ടോ. അപ്പം ഇവർ ഇത്രയും സപ്പോർട്ടീവായിട്ടിരിക്കുമ്പോൾ ഞങ്ങൾ ആയിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കാതെ മുന്നോട്ട് പോകും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ ഇരിക്കുന്നത്. ബിക്കോസ് എല്ലാവരും വന്നു കഴിഞ്ഞാൽ എല്ലാവരും കുളിച്ചിരിയും കളയും, ഒരു മാസം കൊടുത്തുമില്ല. ആദ്യം കണ്ടപ്പോൾ ലൈക്ക് എനിക്ക് തോന്നുന്നു ലൈക്ക് ദീപ്തിയൊക്കെ വലിയ സംസാരം ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ അയ്യോ
കൂട്ടത്തിൽ ഏറ്റവും കാം സൈലന്റ് ആയിട്ടുള്ള ആളാരാണ്? അധികം സംസാരിക്കില്ല. ഉണ്ണിമായ ചേച്ചിയോ അധികം മിണ്ടില്ല. എല്ലാത്തിനും ഇങ്ങനെ തലയാണ്. മ്യൂസിക് ആണ് കൂടുതൽ സംസാരിക്കുന്നത് തോന്നുന്നു. അതെ അവിടെ ഉള്ളു ഇത്രയും ശബ്ദം. ഓക്കെ, ഞാൻ അങ്ങനെ വലിയ ഒച്ചയിലൊന്നും സംസാരിക്കണം എത്രയായിട്ട് കേട്ടില്ല. ദാറ്റ്സ് എ ഗുഡ് കിക്ക്. യുഫോണിക് ബാൻഡിന്റെ ഫ്യൂച്ചർ എങ്ങനെയാവണം എന്നുള്ളതാണ് മോഹം. എനിക്ക് ശിവാനി പറഞ്ഞ കാര്യങ്ങളെ പറയാനുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊരു കമ്പോസിഷൻ എഴുതിയാലല്ലേ ലൈക്ക് ഒഫീഷ്യലി ഞങ്ങളുടെ മ്യൂസിക് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങുന്നത്. അപ്പൊ ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ്, ഒരു ബേബി സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞാൽ അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമോ, അതൊക്കെ വലിയൊരു കാര്യമാണ്. പിന്നെ ആൾക്കാർ ഞങ്ങളെ അംഗീകരിക്കുമോ, ഞങ്ങളെ പാട്ടുകൾ കേൾക്കാൻ വേണ്ടി തുടങ്ങുമോ, പിന്നെ ലൈക്കിനോ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണല്ലോ. അപ്പം ഞങ്ങളുടെ പാട്ടുകൾ എത്ര പേര് ഇഷ്ടപ്പെടുന്നോ അത്രയും സന്തോഷം, അത്രയും. പിന്നെ ആൾക്കാർ വിളിക്കുക, പെർഫോം ചെയ്യാൻ, വലിയ വലിയ സ്റ്റേജസ് കിട്ടുക, അങ്ങനെ എക്സ്പോഷർ കൂടി ലൈക്ക് ഞാൻ ലൈക്ക് എല്ലാവർക്കും ഉണ്ടാവല്ലോ. To us as a whole, we want to together we want to be stars, I guess. If it bound to happen, it will. സാധിക്കട്ടെ. വൈഷ്ണവിക്ക് ഇവിടെ ഒറ്റയ്ക്ക് ആരും തിളങ്ങാനൊന്നും ശ്രമിക്കാറില്ല. ഞാൻ തിളങ്ങാണെങ്കിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് തിളങ്ങിയാൽ മതി. ആ ഒരു മൈൻഡ് സെറ്റ് ആയിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്നത്. ഇപ്പോൾ ഇഫ് യു ലുക്കിംഗ് അറ്റ് സക്സസ് ഓഫ് യുഫോണിക് കാര്യത്തിലും പറയുകയാണെങ്കിൽ വി വർക്കിംഗ് ആസ് ഹാർഡ് ആസ് വിവ് നെവർ വർക്ക് ബിഫോർ. കാര്യത്തിലും പറയണമെങ്കിൽ ഞാൻ ഇത്ര പ്രാക്ടീസ് ചെയ്തിട്ടില്ല ജീവിതത്തിൽ. ഇവിടെ കൂടിയതിന് ശേഷമാണോ? ഇവിടെ കൂടിയതിന് ശേഷം ഐ നോ മോർ അബൌട്ട് മൈ കീബോർഡ്. പണ്ടൊക്കെ ക്ലാസ്സിന് പോവും, പഠിക്കും, തിരിച്ചു വരും, ചിലപ്പോൾ പ്രാക്ടീസ് ചെയ്യും, തിരിച്ചു പോവും, പിന്നെയും പ്രാക്ടീസ് ചെയ്യും, അങ്ങനെയുള്ളതിൽ. പക്ഷേ ഇവിടെ ഫുൾ ടൈം പ്രാക്ടീസും ചിരിയും കളിയും. ഐ വോണ്ട് പീപ്പിൾ ടു നോ ദാറ്റ് നോട്ട് ഓൾ ബാൻഡ്സ് ആർ സീരിയസ്. ഓൾ ബാൻഡ്സ് ക്യാൻ ബി ലൂസ്, ദേ ക്യാൻ ബി ഫ്രീ. അവർ ഓഡിയൻസിനോട് ഇൻട്രാക്ട് ചെയ്ത് ഇങ്ങനെ നമ്മളൊരു ബാൻഡാണ് അത്രയേ ഉള്ളൂ, ദർ ഇസ് നത്തിങ് ബിയോണ്ട് ദാറ്റ് എന്നുള്ള വേണമെന്ന് എനിക്കില്ല. I just want all of us to be successful enough and reach higher positions together. സിംഗിൾ ആയിട്ട് കയറുന്ന പരിപാടിയില്ല ഈ ബാൻഡിൽ, ഒരുമിച്ച് കയറാന്നാണ് മോസ്റ്റ് ഇതായിട്ടുള്ള തോന്നുന്നത്. അത്രേ ലൈക്ക് ബാൻഡിന് ആഗ്രഹം ഉണ്ടെങ്കിൽ we would support them. ആ ഒരു ഇതിൽ തന്നെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് നല്ല താല്പര്യമുണ്ട്. ബിക്കോസ് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാന്ന് പറയാൻ ഞങ്ങൾക്ക് അതൊരു സന്തോഷമല്ലേ. ഞങ്ങളൊരു ബാൻഡിൽ നിന്ന് ഒരാൾക്കെങ്കിലും എന്തെങ്കിലും നല്ല കാര്യം ചെയ്യാൻ വേണ്ടി പറ്റുക, അവർക്കൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുക. അങ്ങനെയാണെങ്കിൽ വി ഡെഫിനറ്റ്ലി സപ്പോർട്ട് വൺ ബൈ വൺ, എന്തായാലും സപ്പോർട്ട് ചെയ്യും. പിന്നെ ഇനി ചിലപ്പം നമ്മൾ സഹോദരിക്ക് പോകുമ്പോൾ ചിലപ്പം കാണും, ചിലപ്പം കാണൂല. അല്ലെങ്കിൽ ഇപ്പോൾ ഇവരൊക്കെ 12th ആണ്, ഉണ്ണിമായ ചേച്ചി ഡിഗ്രി കഴിഞ്ഞു. അപ്പോൾ ഇവരൊക്കെ കോളേജിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ കാണുമോ എന്നുള്ളതാണ്. പക്ഷെ ദേ ഡെഫിനറ്റ്ലി കം ഫോർ പ്രോഗ്രാംസ്, പ്രാക്ടീസിനൊക്കെ വരണം എന്നാണ് എനിക്ക് വിശ്വാസം. അതാണ് അങ്ങനെ വന്ന് പ്രോഗ്രാംസ് ചെയ്ത് വലിയ പ്ലാറ്റ്ഫോമിലൊക്കെ കയറി. വി ജസ്റ്റ് വോണ്ട് ടു ബി നോൺ ദാറ്റ് ഇങ്ങനൊരു ഗേൾസ് ബാൻഡ് ഉണ്ട് എന്നുള്ളൊരു കാര്യം എല്ലാവരും അറിഞ്ഞാൽ. ദാറ്റ്സ് ഇറ്റ്. Sure, it will grow. Beautiful insight, Vaishnavi. Thank you. Deepta. ബാൻഡ് എന്നുള്ള രീതിയിൽ ഡെഫിനറ്റ്ലി നമുക്ക് ഫ്ലറിഷ് ചെയ്ത് നല്ല നല്ല പൊസിഷൻസ് എത്തണം എന്നുള്ള ആഗ്രഹം നമുക്ക് എല്ലാവർക്കും ഇൻഡിവിജ്വലി ആൻഡ് ആസ് എ ഗ്രൂപ്പ് ഉണ്ട്. ഇറ്റ്സ് ലൈക്ക് എനിക്കുണ്ടായിരുന്നെന്ന് വെച്ചാൽ ഞാൻ ആക്ച്വലി ഫസ്റ്റ് ഈ ബാൻഡിൽ കയറുമ്പോൾ അത്ര ടോക്കറ്റീവ് ഒന്നുമല്ല. ഐ എം ലൈക്ക് മിണ്ടാണ്ടിരിക്കും, പ്രാക്ടീസ് ചെയ്യാൻ പോവുക. പിന്നെ എവ്രി വൺ വാസ് വെരി ഫ്രണ്ട്ലി. എല്ലാവരും തമ്മിൽ സംസാരിക്കുക, സന്തോഷിക്കുക. ഇപ്പം പേഴ്സണലി ഇപ്പം നമുക്ക് ബിയോണ്ട് ബാൻഡ് എന്നുള്ള രീതിനെക്കാട്ട് പുറത്ത് നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യും. ഇറ്റ്സ് ലൈക്ക് വൺ മെമ്മറി ഐ ഹാഡ് ഇസ് ദാറ്റ് ഒരു കോൺസെർട്ട് ഉണ്ടായിരുന്നു ഇവിടെ കോഴിക്കോടിൽ. ഇറ്റ്സ് ലൈക്ക് വയലിൻ മാത്രമായിരുന്നു, അതിൽ വേറെ ഒന്നുമില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് എല്ലാവരും എനിക്കത് ഭയങ്കര ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. ഐ വാസ് വെരി എക്സൈറ്റഡ് ആൻഡ് എല്ലാവരും ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഓൾമോസ്റ്റ് പറ്റാവുന്ന എല്ലാവരും ബാൻഡിൽ പറ്റാവുന്ന എല്ലാവരും അവിടെ വന്ന് സപ്പോർട്ട് ചെയ്യുക, ക്ലാപ്പ് ചെയ്യുക, സ്റ്റോറി ഇടുക. അപ്പോൾ ഇറ്റ് വാസ് വെരി അമേസിങ്. ഐ ഹാഡ് ദിസ് എക്സൈറ്റ്മെൻറ്റ് ഫീലിംഗ്. എല്ലാവരും ഭയങ്കര സന്തോഷത്തോടെ ഒരുമിച്ച് നമുക്ക് നല്ല നല്ല പൊസിഷൻസിൽ എത്തുക എന്നുള്ളൊരു ഇതാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. പിന്നെ ഇപ്പം ഡിഗ്രി കഴിഞ്ഞ് പോയാലും സ്കൂൾ കഴിഞ്ഞ് വേറെ എവിടെ പോയാലും ശിവാനി പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഇപ്പോൾ എവിടെ പോയാലും പ്രോഗ്രാമിനാണേലും പ്രാക്ടീസിനാണേലും അവൾ ഡോരേമിയിൽ എത്തുന്നതാണ്. നിങ്ങളുടെ മ്യൂസിക് അക്കാദമിയിൽ എല്ലാവരും കൂടാനായിട്ടല്ലേ? ഈ യുഫോണിക്കിലെ പിള്ളേരുടെ കൂടെ കൂടുമ്പം ഞാൻ എന്തെങ്കിലും ഒരു റെസിറ്റേഷൻ എങ്കിലും കുറഞ്ഞത് അവതരിപ്പിക്കണ്ടേ?
എൻ്റെ ഫേവറേറ്റ് ഉറുദു പേർഷ്യൻ പോയിറ്റിലെ ഫേവറേറ്റ് പോയിറ്റാണ് മിർസ ഖലീൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ഗസൽ അതിൽ കുറച്ച് വരികളൊന്ന് റിസൈറ്റ് ചെയ്യാൻ നോക്കാം. ശിവാനിയും ദീപ്ത എന്നെ സപ്പോർട്ട് നോക്കാം. उस आने वाले से एक दिल क्या मांगू, अपनी खुशी की खुशी क्या मांगू. मुझे गम भी उसी का मिला, गमा दिल उसी के रंगू. What do I ask of the one to come? What happiness of mine do I ask for? I found my grief in him, the grief of my heart in his path. What happiness do I ask for? वो अपनी हसीना बनाए बताए मुझे, मैं उसी की हसीना की हंसी क्या मांगू. दिल है दरिया जिसा में इसकी रवानी, वो एक लहर जो इन लहरों से कुछ मांगू. He has made me his beauty, what smile of his beauty do I ask for? This heart is a river flowing with the stream of love, that one wave. What do I ask from these waves? Somewhere the eyes of kings, somewhere the dignity of God. What do I ask for? What do I ask for? Thank you. മിർസ ഖാലിബ് ഹ്യൂമൻ ഇമോഷൻ, റിലേഷൻഷിപ്പിൽ വരുന്ന അൺസർട്ടനിറ്റി ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ മിക്ക ഗസൽസും പോയട്രിയും ഒക്കെ. അതിലൊരു കുഞ്ഞ് ഫേവറേറ്റ് ഗസലാണ് കുറച്ച് ലൈൻസ്. താങ്ക് യു സോ മച്ച്. ഇനി ഒരു പാട്ടൂടെ ആയാലോ, എന്നിട്ട് നമുക്ക് അവസാനിപ്പിക്കാം.
बंद जा मुझसे पहले बंद जा नींद कोई दवाई चला जन्नतों की गंधे मन के मन में मौसूरी मेरा कब से तेरे को पुकारे लाम लाम लग लाम 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 लग लाम 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 അടിപൊളി. ഇനിയും ഇതുപോലെ കുറേ പാട്ടുകൾ പാടാൻ സാധിക്കട്ടെ. നിങ്ങൾ മുമ്പോട്ടുള്ള പ്രയാണം ഏറ്റവും ഭംഗിയുള്ളതാവട്ടെ. താങ്ക് യു സോ മച്ച്. ബെസ്റ്റ് വിഷസ് ഫോർ യുവർ ഫ്യൂച്ചർ എൻഡിവേഴ്സ്.